വെൽക്കം ടു കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻസ് യൂട്യൂബ് ചാനൽ. കെട്ടിയവൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കാൻ പോകണോ? അങ്ങനെ ഞങ്ങൾ ആനവണ്ടിയിൽ പോവാണ് ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നടക്കാനുള്ള പാത്രം. നമ്മളിത് റിസോർട്ടിലെത്തി. ഇവിടെ പൂളൊക്കെ ഉണ്ട്. ചെടിയിൽ നിന്ന് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് നീ എന്തായാലും വേറെ എന്ത് സാധനം വീണായിരുന്നല്ലോ അതില്. അരി ഞാനിത് വിളമ്പിയപ്പോ ഇത്രയായി പോയി. സോറി. അത് ശരി. എനിക്ക് പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചിയിൽ ഏറ്റവും ഇഷ്ടമാണ് ഇന്നത്തെ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അയ്യോ, എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഭയങ്കര സന്തോഷം. സൂപ്പറാ. എനിക്ക് കണ്ണ് കാണത്തില്ല, അത് പ്രശ്നമില്ല. ഹലോ ഗൈസ്, വെൽക്കം ടു കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻസ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ഒരുമിച്ചാണ്. ഇന്ന് നമ്മൾ എവിടെയാണ് കൃഷ്ണേന്ദു പോകുന്നത്? ഞങ്ങൾ നാപ്പി റിസോർട്ടിലോട്ട് പോവാണ്. ഫോർട്ട് കൊച്ചി ഗേൾസ് ട്രിപ്പ്. ഞങ്ങൾ വർഷങ്ങളായിട്ടോ പിന്നെ ഷാൻഡി വേറൊരു കൂട്ടുകാരും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പം അവളിപ്പോൾ അയർലൻഡിലാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് പോകാം എന്ന് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാണ്. പക്ഷെ ഇത് ഇപ്പം അങ്ങനെ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്തല്ല, എന്നാലും ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ പെട്ടെന്ന് അങ്ങ് പോകാമെന്ന് വെച്ചാൽ ചെറിയൊരു ഔട്ടിങ് പോലെ നമ്മുടെ ഇവിടെ തന്നെയാണ് കൊച്ചിയിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഇവിടെ വന്ന് അടിഞ്ഞുകൂടി കിടക്കുന്നതാണ്. അതാണ് ഇന്ന് രാവിലെ ലേറ്റ് ആയിട്ടൊക്കെയാണ് ഞങ്ങൾ എണീറ്റത്. ഞങ്ങളല്ലേ ഇവിടെ? യെസ്, ഞാൻ എണീറ്റത്. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുക, എണീറ്റിട്ടില്ല. അപ്പോൾ കുഴപ്പമില്ല, എന്തായാലും നമുക്ക് യാത്ര തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാം. എവിടേക്കാ? ഡോറയുടെ ഡ്രസ് പോലെ ഉണ്ട് നിന്നെ. കെട്ടിയവൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കാൻ പോകണോ? അങ്ങനെ കാണുന്നില്ല ഗൈസ്. ഓ രസം. കുഴപ്പമില്ല, റൊട്ടേഷൻ പോകുന്നു. അല്ല, ഞാൻ അതിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ലല്ലോ. എനിക്ക് വലിയ ധാരണ. മമ്മി എന്റെ ഇതിലോട്ടൊന്നും നോക്കും. ഫോണിന്റെ ഇത് എന്റെ വ്ളോഗ്. ഹായ് ഹായ് ഗൈസ്. മറ്റേത് നീ റിപ്പീറ്റ് ഞങ്ങൾ രണ്ടുപേരും വ്ളോഗ് എടുക്കുന്നത്. അതിലെ സമയം അക്കൗണ്ട് ഉണ്ട്, എനിക്ക് അക്കൗണ്ട് ഉണ്ട് യൂട്യൂബ്. ഓൺലി എന്റർടൈൻമെന്റ് പർപ്പസ്. അപ്പൊ ഞാനോ? നീയും ബിസിനസ്. എന്റെ മോണിറ്റൈസ്ഡ് ആയി, അവളുടെ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. അതാണ് വ്യത്യാസം. അപ്പൊ എല്ലാരും ഒന്ന് മനസ്സ് വെച്ച് ആതിരസാമിനെ അനുഗ്രഹിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെയല്ല, താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. താല്പര്യമുള്ള അങ്ങനെ നമുക്ക് ആർക്കും താല്പര്യം വേണം. താല്പര്യപ്പെടണം. താല്പര്യരക്ഷയല്ല എന്റെ ഫോളോവേഴ്സ് ഒന്നും നോക്കാം. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ബസ്സിലാണ് പോകുന്നത്. അപ്പം മമ്മി നമ്മളെ സ്റ്റോപ്പിൽ കൊണ്ടുവിടാം. ബാക്കിൽ സ്ഥലമുണ്ട് ഗൈസ്, പക്ഷെ ഇവൾക്ക് എന്നെ മടിയിൽ ഇരുത്തണം എന്നൊരാഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് താറില് ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് 2 പേർക്കും പോണെന്ന് പറഞ്ഞ കാരണം അതെ പോവാണ്. ആരും തെറ്റിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ 1.5 സൈസേ വരുന്നുള്ളൂ. ഞാൻ ഒന്ന്, നീ ആരാ? നീ ഏത് വയ്ക്കും? ഒന്ന് ഹൈറ്റ് അല്ല, വലിപ്പം. കൃഷ്ണേന്ദുനെ കണ്ട ഹൈറ്റ് കുറവേ തോന്നുള്ളൂ, പക്ഷെ ഒപ്പം നിൽക്കുമ്പോ ഹൈറ്റ് ഉണ്ട്. അതാണ് ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് നിങ്ങളുടെ വിശ്വവിഖ്യാതമായ കൊല്ലഞ്ചേരി പടം. ഇവര് വന്നില്ലായിരുന്നോ ഡോണൊക്കെ? ഞാൻ കണ്ടായിരുന്നു. കൊള്ളാം. ബൈ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ആനവണ്ടിയിൽ പോവാണ് ഗൈസ്. അറിയില്ല ആനവണ്ടി, പക്ഷെ ഞാനങ്ങനെ പറയാറില്ല. ഇന്ന് KSRTC. ഞാനും അങ്ങനെ തന്നെ പറയാം. KSRTC വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നു ഗൈസ്. ഹണി റോസ് ആണ് ഗൈസ്. അതെ അതെ, ഹണി റോസ് ആണ്. എന്ത് പറ്റി അത് രസം? അതെ അതെ.
ഹണി റോസ് ആണ് ഗൈസ് ഇനാഗുറേഷൻ വന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ വിന്നർ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് നമ്മൾ ലക്കി ഡ്രോ വിജയിക്കുന്ന ഡയമണ്ട് റിംഗ് നമ്മൾ സമ്മാനമായിട്ട് നൽകാനും പറ്റി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ CMD നിങ്ങളോട് എല്ലാവരോടും 2 വാക്ക് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ മൈക്ക് കൊടുക്കുന്നു. പ്ലീസ് സർ. ഹായ് താങ്ക് യു തൃപ്പൂണിത്തറ. ഇന്ന് തൃപ്പൂണിത്തറ അമ്പലത്തിന്റെ കൊടിയേറ്റാണ്. ആ ദിവസം തന്നെ കാപ്പറയുടെ 3ാമത്തെ പ്രൊജക്ട് ആദ്യത്തെ ഗോൾഡ് അപ്പൊ അതിന്റെ കവാടം അവിടെ പോയി ആണോ? അപ്പൊ അവിടെ നിന്ന് പറയണ്ടേ എന്താന്നറിയില്ല ഈ സംഭവം നടക്കുന്നത്. സീരിയസ്ലി അറിയില്ല. അല്ല, ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നടക്കാനുള്ള പാത്രം അറിയാത്ത കേസിന് വേണ്ടിയിട്ട് നിൽക്കും. പിന്നെ അടുത്തും കൂടെ നടക്കുന്ന ഈ സംഭവം ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പൊ നീ മാറി നടന്നു. എനിക്ക് കണ്ണുള്ളതിൽ ഇല്ലാത്തൊക്കെ ഒരുപോലെ തന്നെ. നീ കണ്ണടച്ചടന്നേ കണ്ണടച്ചടക്കുമ്പോ അറിയാം. ഉണ്ട്. ഇതാണ് നമ്മളുടെ നാപ്പി റിസോർട്ട്. നമ്മളിങ്ങനെ പോയിട്ട് നമ്മളിത് റിസോർട്ടിലെത്തി. ഇവിടെ പൂളൊക്കെ ഉണ്ട്. പഴയ കേട്ടോ. എനിക്ക് ആ സാധനം അറിയാവോ? ചക്ക മുകളത്തെ സംഭവം. ആ കുഴപ്പമില്ല, പറഞ്ഞായിരുന്നു. പഴയ കൊട്ടാരമൊക്കെ. അതാണോ റെസ്റ്റോറൻറ്റ്? ഫ്രൈഡ് റൈസോ? സോ ഗൈസ്, നമ്മളിപ്പോൾ സമയം എത്രയായി? 2:50. നമ്മൾക്ക് വിശന്ന് വന്നിരിക്കുകയാണ്. കുറേ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ ഓർഡർ ചെയ്തിട്ടുണ്ട്. കഴിക്കുമെന്ന് അറിയില്ല അല്ലേ? കഴിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. നമുക്കിതൊരു മത്സരമായിട്ട് പ്രഖ്യാപിക്കാം. നമ്മൾ എന്താ ഓർഡർ ചെയ്തു? നമ്മൾ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സ്ക്വിഡ് ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ ഈ സ്ക്വിഡിനെ കലാമാരി എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത് ആണെന്ന് തോന്നുന്നു. അത് അതിൻ്റെ കുറിച്ച് അറിയില്ല. അതുണ്ട്, സ്റ്റാർട്ടറായിട്ട് അതുണ്ട്. പിന്നെ ചിക്കൻ 65 പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2 സൂപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാലഡ്സ് 2 ടൈപ്പ്, ഹവായൻ സാലഡും പറഞ്ഞിട്ടുണ്ട്, ഫ്രൂട്ട് സാലഡും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തോ പറഞ്ഞത്, മെയിൻ കോഴ്സ് ആയിട്ട് ചിക്കൻ മിക്സഡ് ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ബീഫ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു പൊറോട്ട പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്. നമുക്ക് നല്ല വിശപ്പുണ്ട്, പക്ഷെ ഇത് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഗൈസ്. പിന്നെ കുഴപ്പമില്ല, ഇവിടെ വേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ വഴക്ക് പറയാൻ ആരുമില്ല. വേസ്റ്റ് ആക്കത്തില്ല, നമ്മളത് മൊത്തം ഇതൊരു നമ്മുടെ ഒരു തീരുമാനമാണ്. ഫുള്ള് തീർച്ച ചാലഞ്ചായിട്ട് ഓർഡർ ചെയ്യുന്നത് ഫുള്ള് ഞങ്ങൾ തിന്നിരിക്കും ഗൈസ്. തിന്നാത്തവര് മങ്കി ഓക്കെ. നീ ആ ഫുഡ് തിന്നാത്തെങ്കിൽ നമ്മളിപ്പോ പുറത്തോട്ടില്ലേ, വൈകുന്നേരം ഇറങ്ങില്ലേ, അപ്പൊ എന്തെങ്കിലും ഗിഫ്റ്റ് നീ എനിക്ക് മേടിച്ചാ. ഞാനാണ് തിന്ന് തീർക്കാത്തെങ്കിൽ ഞാൻ നിനക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു. ഞാൻ തൂക്കും ഗൈസ്, അതെനിക്ക് നന്നായിട്ട് പോയി. അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് പിന്നെ പരിപാടി ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ തിന്നില്ലെങ്കിൽ അവിടെ ഭംഗി ഗൈസ്. എൻ്റെ മുഖമൊക്കെ വീണ്ടും ഇവിടെ വന്നൊരു ക്ലീനപ്പ് ചെയ്യാൻ പോയതാണ് ഗൈസ്. ആകെ പാടായി. എങ്ങനെ ഇരുന്ന ഫേസ് ആയിരുന്നു അറിയാമോ? സൂപ്പ് വന്നിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട് സൂപ്പ്? ചിക്കൻ കുറച്ച് പെപ്പർ കൂടെ വന്നു കഴിഞ്ഞാൽ സെറ്റാവും. ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. എന്താത് എന്തൊക്കെയാണ് എനിക്ക് വലിച്ചിട്ടുണ്ട് ഗൈസ്. ചെടിയിൽ നിന്ന് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് നീ എന്തായാലും വേറെ എന്തോ സാധനം വീണായിരുന്നല്ലോ അതിൽ. അരി
അതിന് കുരുമുളക് വരാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് അരി വറുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഓ അങ്ങനെ കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ? കട്ട പിടിക്കാതിരിക്കാനില്ല. അയ്യോ ഇതൊന്നും വരുന്നില്ല. നീ എങ്ങനെ ഇത്രയും കൂടുതൽ ഇട്ടത്? എടി അത് പുറകിലത്തെ തുറന്നിട്ടതാ. അപ്പൊ കുറെ അരിയും കൂടെ വന്നു. ഓ അങ്ങനെയല്ലേ. ഇതെന്താ പ്രോൺസോ? സ്ക്വിഡ് പറഞ്ഞ എന്തായി? സ്ക്വിഡ് ഇല്ലെന്ന് എല്ലാവരും പ്രോൺസ് കഴിക്കാൻ പോകണം. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും വെരി ടേസ്റ്റി. അങ്ങനെ കൊടുക്കണം. അത് ശരി. യു ഞാനിത് വിളമ്പിയപ്പോൾ ഇത്രയായി പോയി. സോറി ഗൈസ്. അപ്പോൾ നമുക്കിനി ചലഞ്ചൊന്നുമില്ല. നമ്മളത് അസാദ് കഴിച്ചാലും അതെ അതെ. പിന്നെ നമ്മൾ കഴിക്കാതിരുന്ന സംഭവം ബീഫൊക്കെയാണ്. ബീഫ് റോസ്റ്റ് അത് കഴിക്കാനുള്ള ത്രാണി നമുക്കില്ല. നമ്മളൊരു ചെറിയ പറാത്ത പറഞ്ഞ പറാത്ത നമ്മൾ ചിക്കൻ 65 വെച്ചിട്ട് അടിച്ചിട്ട്. അപ്പോൾ നമ്മൾ എഴുന്നേക്കാൻ മതി. ഇറങ്ങിപ്പോയി ഗൈസ്. എപ്പോഴും പറ്റുന്ന പരിപാടിയാണ്. പോവാം, എനിക്ക് ഉറങ്ങണം. നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയതാ. പക്ഷെ ഇവിടെ കഥകളിയുടെ പാട്ട് കേൾക്കുന്നുണ്ട്. അവിടെ കഥകളിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിയിട്ട് വരാം. ചൂട്. ക്രിസ്മസിൻ്റെ സ്റ്റാറൊക്കെ വെക്കറി. ഗൈസ് നമ്മൾ പോയപ്പോൾ 6 മണി മുതൽ 7 മണി വരെയായിരുന്നു കഥകളി ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ആ ഡോറ് തുറക്കണ അവിടെയായിരുന്നു കഥകളുടെ ആ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ടീ കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പ്രോൺസ് ഉച്ചയ്ക്ക് കഴിച്ച പ്രോൺസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് എൻ്റെ മെയിൻ ഫ്രഞ്ച് ഫ്രൈസ് ഏത് റിസോർട്ട് പോയാലും ഞാൻ ഓർഡർ ചെയ്യുന്ന സാധനമാണ്. റിസോർട്ടില്ല, ഏത് ഹോട്ടലിൽ സ്റ്റേ ആണെങ്കിലും ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ മെയിനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ജ്യൂസ്. ഇവള് കോഫി ആൻഡ് ഞാൻ ജ്യൂസ്. അതിൻ്റെ സമയം ഭയങ്കര സെക്സി ഒക്കെ ആയിട്ടിരിക്കുന്നു. കണ്ടോ? ഓക്കെ ഗൈസ്. എന്നിട്ട് ഞങ്ങൾക്ക് പുറത്തൊന്ന് ഇറങ്ങണം. നമ്മൾ കിടന്ന് ഉറങ്ങി നീയല്ലേ ഉറങ്ങാൻ പറഞ്ഞത്? ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചപ്പോൾ പറഞ്ഞു ക്ഷീണമാണെന്ന് പറഞ്ഞു. എന്നാൽ കുറച്ച് നേരം ഉറങ്ങിക്കോ. അപ്പം ഞാൻ വെച്ചാൽ എന്നാൽ ഉറങ്ങാം. അപ്പം ഞാൻ ഓർത്തിനി ഇവള് ഇവിടെയൊക്കെ വന്നാലേ കറങ്ങാനൊക്കെ വന്നല്ലേ എന്ന് ഓർത്തിനി ഞാൻ ഉറങ്ങണം എന്ന് പറഞ്ഞ് മടുപ്പിക്കണ്ട എന്ന് ഓർത്തിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉറങ്ങി. എന്നോട് ഉറങ്ങാൻ പറ്റിയില്ല. നിനക്ക് ഉറങ്ങാൻ പറ്റാത്ത ഞാൻ ഉറങ്ങി. ഇവള് കുറേ നേരം കിടന്നുറങ്ങി. ഇവള് എണീറ്റിട്ട് വേണം വെച്ചാൽ നമുക്ക് ഉറക്കഭൂതം. Hey lady. So guys, നമ്മളൊരു നൈറ്റ് വാക്കിന് പോവാണ് ഗൈസ്. കുറേ നാളായി രാത്രിയൊക്കെ അങ്ങനെ പുറത്തിറങ്ങിയിട്ട് നടന്നിട്ട്. എനിക്ക് പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചിയിൽ ഏറ്റവും ഇഷ്ടമാണ് ഇന്നത്തെ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പക്ഷെ ആദ്യമായിട്ടോ ഇങ്ങനെ ഈ സമയത്ത് നടക്കുന്നത്. ഞാൻ കൊച്ചി തന്നെ അങ്ങനെ വരാറില്ലല്ലോ. എൻ്റെ നാടിതല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഷൂട്ടിൻ്റെ സമയത്ത് വന്നതേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഇങ്ങോട്ട് വരവ്. എനിക്ക് ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ ഇതാണ്, ഈ സ്ട്രീറ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പ്രത്യേകിച്ചൊന്നുമല്ല, ഇവിടുത്തെ ഇങ്ങനെ ഈ ഇതേപോലത്തെ പഴയ ബിൽഡിങ്സൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ നടക്കാൻ. പ്രത്യേകിച്ച് ഈ ഒരു 6:30 ഇപ്പോൾ 7 മണി കഴിഞ്ഞു.
ഈ ഒരു ടൈം അല്ലെങ്കിൽ ഒരു 6:30 മുതൽ നല്ല ടൈമായിരിക്കും. നല്ല ക്ലൈമറ്റ് അല്ലേ? പറയാം. അയ്യോ എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഭയങ്കര സന്തോഷം, ഭയങ്കര പീസ്ഫുള്ളാണ്. രാത്രിക്ക് ഇതുപോലെ നടക്കാൻ ആരും ആഗ്രഹിക്കും. ഒരു വീഡിയോ എടുത്ത് തരുമോ? അതാ ഞാൻ പറയാൻ ഇരിക്കുമായിരുന്നു. എനിക്ക് ഈ ബീച്ചിന്റെ സൗണ്ട് കേൾക്കാൻ ഇങ്ങനെ ഒരു സൗണ്ട് ഇല്ലേ, ആ സൗണ്ട് ഒരു കാറ്റും ഇല്ലേ, അത് മാത്രമേ. നല്ല കാറ്റ്. ഗൈസ് ഞാൻ ഒരു കമ്മൽ മാത്രം ഇട്ടിട്ടുണ്ട്, ഈ കമ്മൽ ഇട്ടിട്ടില്ല. സ്റ്റൈലല്ല ഗൈസ്, കമ്മൽ പോയി. പക്ഷെ ഇത് ഞാൻ സ്റ്റൈലാക്കി ഇട്ടിരിക്കണം. കൊള്ളാവോ? എന്താ സാധനം? ഇത് കപ്പലിന്റെ വല്ല ഭാഗം എടുത്ത് വെറുതെ ഇങ്ങനെ സ്ഥാപിച്ച് വെച്ചേക്കുന്നതാവും. അവിടെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും. നീട്ടൊന്നും പറയണ്ട. സ്റ്റീം ബോയിലേഴ്സ് ഓഫ് ദി ട്രെയിൻസ് യൂസ്ഡ് കൊച്ചി ഡ്രൈ ഡോക്ക് 20 years. ഹെയർ ബാൻഡ് വാങ്ങിക്കാം. പറ. ഓ ഓർമ്മയുണ്ടോ? പണ്ടേ നിനക്ക് ഇതാണ് സ്വഭാവം. എൻ്റെ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് എടുത്തു. ഇത് എത്ര ചേട്ടാ? 130. ഇത് വെച്ച് എനിക്ക് കണ്ണ് കാണത്തില്ല, അപ്പൊ പ്രശ്നമില്ല. ഓക്കെ അല്ല, എനിക്കൊന്നും പ്രത്യേകിച്ച് കാണുന്നില്ല കേട്ടോ. നിനക്ക് മാത്രമൊന്നുമല്ല വെച്ച് കഴിഞ്ഞാൽ. അല്ല അവൾക്ക് ഇത് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴേ വയ്ക്കാം. ഇത് പക്ഷെ ഇത് നോർമൽ ആയിട്ടില്ല ഇരിക്കുന്നുള്ളൂ. മറ്റേതാണ് അങ്ങനെ ഇരിക്കും. അല്ല, ഇവിടുന്ന് ഇങ്ങനെ വര ഉണ്ട്. ആണോ? എൻ്റെ അമ്മ ഇതൊന്ന് സിംഗപ്പണ്ണായിട്ടിരിക്കുന്നു. ഓ ശരി, അത് വെച്ചോക്കി നന്നായി. ഇത് വെച്ചോക്കി കുഴപ്പമുണ്ടോ? ഇതാണോ നല്ലത്? ഇത് അതായിരിക്കും കുറച്ചുകൂടെ നിനക്ക് നല്ലത്. ഗൈസ് എപ്പോൾ നോക്കിയാലും നമ്മൾ ഫോട്ടോഷൂട്ട്, ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് കൂടുതലും വന്നിരിക്കുന്നത്. അതിനാ ഗൈസ് ഫോർട്ട് കൊച്ചി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബിഗ് ബിയുടെ വീട് കാണാതെ പോകാൻ പറ്റില്ലല്ലോ. അതെനിക്കറിയില്ലേ? ഇതല്ലേ ഇതന്നെയാണെന്നാണ് എൻ്റെ ഒരു ഇത് ഈ മുകളിൽ കാണുന്ന സാധനം. എൻ്റെ ഫ്രണ്ട് അപ്പുറ സൈഡിലുള്ള സ്റ്റെയർ കേസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. ബാസ്റ്റിൻ സ്ട്രീറ്റ് ഇതാണെന്ന് ഞാൻ വിചാരിക്കുന്ന ബിഗ് ബിയുടെ വീട് ഇവിടെ തന്നെയല്ല. എനിക്കൊരു ഓർമ്മ വെച്ചിട്ട് യെസ് ഇത് തന്നെയാണ്. അയ്യോ വണ്ടി നടക്കും. റോസ് മാടി ഇതാണ് ഗൈസ്. വേറെ ഏതൊക്കെയോ മൂവീസിലൊക്കെ ഉണ്ട്, പക്ഷെ ബിഗ് ബിയുടെ അല്ല. അതിനാണ് സ്ട്രോബെറി പോവാൻ മതി. മറ്റേ ഡാൻസ് നമ്മൾക്ക് ഇവിടെ നിന്ന് ഡാൻസ് കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അടുത്ത് തരാം, നീ കളിച്ചു. ഇല്ല, ഞാനില്ല. എൻ്റെ കുപ്പിള കുപ്പിൾ എൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞു. കുപ്പിൾ ഡാൻസ് വേണം. കുപ്പിൾ നല്ല കാറ്റ്. 10 വയസ്സിൽ കുലുക്കി കൊള്ളില്ല കഴിച്ചു. ഞാൻ ഗുവ കുലുക്കിയും ഒരു വെള്ളം ഭയങ്കര മധുരം കൂടുതലാണ്. നമ്മൾ തിരുമ്പി എത്തിയച്ച് ഗൈസ്. 9:30 തിരുമ്പി എത്തി. പട്ടിക്കുട്ടപ്പം കിടക്കുന്നു.
ഇതാണ് നമ്മുടെ റിസോർട്ട്. ഗൈസ് ആതിര സാമു ഫോണിൽ കൊണ്ടിരിക്കുക ഗൈസ്. എൻ്റെ അടുത്ത് വർത്താനം പറയാൻ ആരുമില്ല. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ആർക്കും വർത്താനം പറയാൻ ഇഷ്ടമില്ല. ഞാൻ വർത്താനം പറയുമ്പോൾ എല്ലാവർക്കും ശല്യമാണ് ഗൈസ്. സമയം 10:30 ആവാറായി. റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുത്തി പോകുന്നതാണ്. എനിക്ക് വിശക്കൊന്നുമില്ല, അവൾക്കും വിശക്കുന്നില്ല. പക്ഷേ രാത്രി ഇനി ഒന്നുറങ്ങി കഴിഞ്ഞാൽ വിശക്കുമെന്ന് വിചാരിച്ച് പോയേക്കാണ്. ഗുഡ് മോർണിംഗ് ആദ്യം. ഗുഡ് മോർണിംഗ്. നമുക്ക് അവിടെ ഇരിക്കാം. ഇനി അവിടെ ഇല്ല, ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കാം. എല്ലാം ഇനി തുറന്നു ഫോണിലോട്ട് പിന്നെ നമുക്ക് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഹലോ ആരാ? ബാങ്കിൽ കസ്റ്റമർ. പക്ഷെ എനിക്കും ആ ഒരു ചേഞ്ച് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു തൊട്ടടുത്ത് തന്നെ ഒരു സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിലെ പ്രഹസനങ്ങൾക്ക് ശേഷം ഫോൺ പിടി ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ ഒരു കാക്കനെ എടുത്തോട്ടെ. ഞാൻ ശേഷം ഞങ്ങൾ റിസോർട്ടിലോട്ട് പോകണം. ഞാൻ പോകാൻ സമയമായി ഗൈസ്. ഫോൺ എടുക്കുക കേൾക്കാൻ ഒക്കെ പോയി. കഴിഞ്ഞ ഗൈസ് ശരി, നമ്മൾ തിറങ്ങി പോവുക. അതിരസം നീ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ട് കരിയാനാണ് പോകുന്നത്. ബ്രോഡ്വേക്കല്ലേ പോകുന്നത്? എനിക്കും അത് ഡ്രസ്സില്ലാത്തതാണ് ടാസ്ക്.